പ്രതിനിധി സഖാക്കളെ, സഹോദരി സഹോദരന്മാർ, കാസർഗോഡ് 5 ഗവൺമെൻറ് കോളേജും 2 പോളിടെക്നിക്കുകളാണ്. ഞാൻ അന്വേഷിച്ചപ്പോൾ AKGCTക്ക് 117 അംഗങ്ങൾ മാത്രമേ കാസർഗോഡ് ജില്ലയിലുള്ളൂ. എന്നാൽ ഈ സമ്മേളനം ഏറ്റെടുക്കാൻ കാസർഗോട്ടെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകന്മാരും ഗവൺമെൻറ് പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകന്മാരും ഒട്ടനവധി ട്രേഡ് യൂണിയൻ സർവീസ് മേഖലയിലെ ഈ ജില്ലയുടെ ചന്ദ്രഗിരി പുഴയുടെ തെക്ക് വടക്ക് എന്ന നിലയിലെടുക്കാൻ, ഇതാണ് ചന്ദ്രഗിരി പുഴയിൽ കാണുന്നത്. വടക്ക് ഭാഗം ഏറെക്കുറെ ഇരുവർഗീയതയുടെയും താണ്ഡവമാടുന്ന പ്രദേശമാണ്. ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതിനെ തുടർന്നുണ്ടായ വർഗീയ സംഘർഷങ്ങളിൽ 8 പേർ കൊല്ലപ്പെട്ട ഒരു പ്രദേശമാണ് കാസർഗോഡ്. ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ പൊതു താരതമ്യേന സ്വാധീനം കുറഞ്ഞൊരു മേഖലയാണ് ഈ വടക്കൻ മേഖല. എന്നാൽ ചന്ദ്രഗിരി പുഴക്ക് വടക്കെന്ന് പറയുന്നത്, തെക്കെന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും നല്ല സ്വാധീനമുള്ള 3 അസംബ്ലി മണ്ഡലങ്ങളും മിക്കവാറും പഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തുമെല്ലാം ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് വിജയിക്കാനും അതുപോലെ തന്നെ നിയന്ത്രിക്കാനും കഴിയാത്ത നിലയിൽ സ്വാധീനമുള്ള ഒരു പ്രദേശം. അതേപോലെ തന്നെ മറ്റൊരു സുപ്രധാനമായ കാര്യമാണ് കാസർഗോഡ് 7 ഭാഷകളുടെ സംഘഭൂമി എന്ന് പറയപ്പെടുന്നത്. യഥാർത്ഥത്തിൽ 7 ഭാഷക്കപ്പുറം 8 9 ഭാഷകൾ സംസാരിക്കുന്നവർ കാസർഗോഡ്. അതിൻ്റെതായ സാംസ്കാരിക ജീവിതമുണ്ട്, അതിൻ്റെതായ പല സവിശേഷതകളും കാസർഗോഡുണ്ട്. യക്ഷഗാനം, തെയ്യം തുടങ്ങി തെക്കൻ ജില്ലകളിലൊന്നും തന്നെ കാണാത്ത കലാരൂപങ്ങൾ ഒക്കെ ഉള്ള ഒരു പ്രദേശമാണ് കാസർഗോഡ്. പോത്തോട്ടം, കോഴിയന്തം തുടങ്ങിയ വളരെ എത്രയോ കാലമായി തൊഴിലാളി സംസ്കൃതിക്ക് ഭാഗമായ പല കാര്യങ്ങളും ഈ പ്രദേശങ്ങളിൽ നടന്നുകൊണ്ടേയിരിക്കുന്നു. രാഷ്ട്രീയമായിട്ട് പരിശോധിച്ചാൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് പൊതുവെ സ്വാധീനമുള്ള മേഖലയാണെങ്കിലും ഈ സമ്മേളനം നടക്കുന്ന കാസർഗോഡ് നഗരം വളരെ ദുർബലമായ അന്നത്തെ ജനസംഘത്തിൻ്റെയുള്ള മുസ്ലിം ലീഗിലുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരാണ്, CPM-കാരാണ്. അപ്പോൾ അവർ CPM-കാരാണ് ലീഗിൻ്റെ ഇതോടുകൂടി കളിച്ചാൽ ആഫ്റ്റർ കേരളത്തിലാണ് അദ്ദേഹം 10-14 കൊല്ലം കളിച്ചാൽ അദ്ദേഹത്തെ ജയിപ്പിച്ചതും ലീഗിൻ്റെ സഹായത്തോടുകൂടി ഒരു പ്രത്യേകം പാടിൽ പോയി ജയിപ്പിച്ചത്. അപ്പോൾ അത്ര സ്വാധീനം മാത്രമേ ഇടതുപക്ഷ തന്നുകൊണ്ടിരുന്നു. ഇതിലൊരു ഘട്ടത്തിൽ കാസർഗോഡ് നഗരസഭ LDF-ന് ലഭിക്കേണ്ടത്, LDF-INL സഖ്യത്തിന് അത് ലഭിച്ചത് 5 സീറ്റ് LDF-ന്, 6 സീറ്റ് UDF-ന്, 11 സീറ്റ് BJP-ക്ക്, 10 സീറ്റ് IUML. ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കാസർഗോഡ് നഗരസഭയിൽ ചെയർമാൻ ഒരു ഇടതുപക്ഷ CPM-ൻ്റെ സ്വതന്ത്രമായി മത്സരിച്ച ഒരാളാണ് പോയി 5 കൊല്ലക്കാലം കാസർഗോഡ് നഗരസഭ ഭരിക്കുന്നത്. അത് വിളിച്ചാൽ ഇന്നിപ്പോൾ കാസർഗോഡ് നഗരസഭയിൽ ഒരു അംഗം മാത്രമേ ഇടതുപക്ഷ ജനാധിപത്യത്തിന് വേണ്ടിയിട്ടുള്ളൂ. അപ്പോൾ സ്വാധീനം കുറഞ്ഞൊരു പ്രദേശമാണ്. സാംസ്കാരിക മേഖലയിൽ വലിയ സ്വാധീനം ചെലുത്തിയ ഒരു നാടാണ് കാസർഗോഡ്. കുട്ടമത്തുള്ളത് ഭാരതന്മാരായ ഒട്ടനവധി സാംസ്കാരിക നായകന്മാരെ കൂടി സംഭാവന ചെയ്ത ഒരു നാടാണ് നമ്മുടെ കാസർഗോഡ്. ഇവിടെ ഈ സമ്മേളനം ഏറ്റെടുക്കുമ്പോൾ കാസർഗോഡ് ഈ സവിശേഷതകളെല്ലാം ഉണ്ടെങ്കിലും സമ്മേളനം നടത്തുന്നതിനുള്ള പ്രാപ്തി കാസർഗോട്ടെ പൊതുജനാധിപത്യ പ്രസ്ഥാനത്തിനുണ്ട്. ഇതിനു മുമ്പ് തന്നെ ഇവിടെ നിരവധി സംസ്ഥാന സമ്മേളനങ്ങൾ കഴിഞ്ഞ കുറേ വർഷം സ്മരണയ്ക്ക് മുന്നിൽ സമ്മേളനം രക്തപുഷ്പങ്ങൾ അർപ്പിക്കുന്നു. കരുത്തേക്കാളും ഈ സമ്മേളനം ഊർജ്ജം പകരുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് AKGCTയുടെ 67ാം സംസ്ഥാന സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് നമ്മുടെ ഏറെ പ്രിയപ്പെട്ട ബഹുന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R. ബിന്ദു ടീച്ചറെ ഏറെ സ്നേഹ ബഹുമാനങ്ങളോടെ ഞാൻ നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി സ്വാഗതം ചെയ്തു. ഡോക്ടർ N. മനോജ് സ്വാഗതം ആശംസിച്ച സംഘാടകർ നവ വൈജ്ഞാനിക സമൂഹമാക്കി പരിവർത്തനം ചെയ്തെടുക്കും എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തിലേക്ക് കേരളത്തിലെ സർക്കാരും സമൂഹവും കൈകോർത്ത് പിടിച്ചുകൊണ്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ആ മഹനീയ ദൗത്യത്തിൻ്റെ പതാകവാഹകരായി മുന്നിൽ നടക്കേണ്ടുന്ന കോളേജ് അധ്യാപകരുടെ, പ്രത്യേകിച്ച് ഗവൺമെൻറ് കോളേജ് അധ്യാപകരുടെ
ഉജ്ജ്വല പ്രസ്ഥാനമായ AKGCTയുടെ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന എല്ലാ സുഹൃത്തുക്കളെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സർക്കാരിന് വേണ്ടി അഭിവാദ്യം ചെയ്യുകയാണ്. നൽകുന്ന ഒരു മേഖലയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖല. വൈജ്ഞാനിക മേഖലയിൽ ആഗോളതലത്തിൽ അനുനിമിഷം ഉണ്ടായി വരുന്ന പുതുചലനങ്ങൾ ഉൾക്കൊള്ളുമാറ് ഏറെ സംവേദനക്ഷമതയുള്ള ഒരു മേഖലയായി നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സജ്ജമാക്കുക എന്നുള്ളത് ഈ കാലം നമ്മോട് ആവശ്യപ്പെടുന്ന ഏറ്റവും വലിയ കടമയാണ് എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് സർക്കാർ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് പ്രഥമ പരിഗണന നൽകുന്നത്. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ സപ്തഭാഷാ സംഗമ ഭൂമി എന്ന നിലയിൽ വിവിധ സംസ്കാരങ്ങളുടെ വിളനിലമായി ഇന്ത്യയുടെ ഏറ്റവും വലിയ അനുഗ്രഹമായ ബഹുസ്വരതയുടെ മാതൃകാസ്ഥാനമായി പ്രശോഭിക്കുന്ന ഈ കാസർഗോഡിൻ്റെ മണ്ണിൽ ചേരുന്ന സംസ്ഥാന സമ്മേളനം ഉന്നയിക്കുന്ന മുദ്രാവാക്യത്തിൻ്റെ ആദ്യ വാക്ക് രാജ്യങ്ങളും അനന്ത വൈവിധ്യങ്ങളുമെല്ലാം ഏറെ കിരാതമായ നിലയിൽ തന്നെ ചോദ്യം ചെയ്യപ്പെടുകയും പതിനായിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള അസമത്വ ജടിലവും അന്ധകാര നിബിഡവുമായ സാമൂഹ്യ അന്തരീക്ഷത്തിലേക്ക് രാജ്യത്തെ വലിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്ന ഭരണാധികാരികൾ നാടുവാഴുന്ന ഈ കാലത്ത് കേരളം മനുഷ്യ സ്നേഹത്തിൻ്റെയും മതനിരപേക്ഷതയുടെയും ബഹുസ്വരതയുടെയും എല്ലാം പ്രകാശം പരത്തുന്ന ഒരു കേന്ദ്രമായി നിലകൊള്ളുന്നു എന്നുള്ളത് നമുക്കേറെ ഊർജം ഈ സംസ്ഥാന സമ്മേളനം നിങ്ങൾക്ക് പകരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതുപോലെ സ്വാഗത പ്രസംഗകൻ ഇവിടെ പറഞ്ഞ മറ്റൊരു കാര്യം കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. കേരളത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമായി തന്നെ നമ്മൾ കണ്ടിട്ടുള്ള കർഷക സമരങ്ങളുടെ പേരിൽ അറിയപ്പെടുന്ന നിരവധിയായ ഗ്രാമങ്ങളുള്ള മണ്ണ് കൂടിയാണ് കാസർഗോഡ് ജില്ല. സമരങ്ങളുടെ പേരിൽ അറിയപ്പെടുന്ന ഗ്രാമങ്ങൾ, സമരങ്ങളുടെ സചേതനമായിട്ടുള്ള അലകൾ ഒരു ഗ്രാമത്തെ ആകെ പ്രചോദിപ്പിക്കുകയും വർഗസമര പോരാട്ടങ്ങളുടെ സജീവമായ ധാരകളായി ഓരോ മനുഷ്യരും മാറുകയും ചെയ്യുന്ന ഒരു കാലത്തെ ഓർത്തെടുത്തുകൊണ്ട് അതിഗംഭീരമായ വരും തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യുന്നതിനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്തമുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും എന്ന് ഓർത്തെടുത്തുകൊണ്ട് കൂടി ഈ സംസ്ഥാന സമ്മേളനം നിങ്ങൾക്ക് പ്രേരകമാകട്ടെ എന്ന് കൂടി ആത്മാർത്ഥമായിട്ട് ഞാൻ ഈ സന്ദർഭത്തിൽ ആശംസിക്കുകയാണ്. അടിസ്ഥാനപരമായ പരിഷ്കാരങ്ങളിലേക്ക് സജീവമായി നീങ്ങാനും മാറ്റത്തിൻ്റെയും മുന്നേറ്റത്തിൻ്റെയും പാതയിലൂടെ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ നയിക്കാനും നമുക്ക് സാധിക്കുന്നത് എന്നുള്ളതും വളരെ ആത്മവിശ്വാസത്തോടെയും ആർജവത്തോടെയും നിങ്ങളോട് പറയാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്. ഫലം കാണാൻ കഴിയുന്ന വിധത്തിലാണ് ദേശീയ അന്തർദേശീയ ഗുണനിലവാര പരിശോധനകളിലെല്ലാം കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. കേരളം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ രാജ്യത്തിന് തന്നെ മാതൃകയാകുന്ന വിധത്തിലുള്ള ഒട്ടേറെ പദ്ധതികൾക്ക് രൂപം നൽകാൻ ഈ 4 വർഷക്കാലം നമുക്ക് സാധിച്ചു എന്നുള്ളത് അഭിമാനകരമായ നേട്ടമാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ 2020 മുതൽ ആദ്യത്തെ 4 വർഷക്കാലം കേരളം 6000 കോടി രൂപയാണ് വിന്യസിച്ചത് എന്നുള്ളത് ഇന്ത്യ ഗവൺമെന്റിന്റെ തന്നെ ഇക്കണോമിക് റിവ്യൂ ചൂണ്ടിക്കാണിക്കുന്നതായ ഒരു കാര്യമാണ്. 1500 കോടി രൂപയിൽ പരം തുക അടിസ്ഥാന സൗകര്യ വിപുലീകരണവുമായി ബന്ധപ്പെട്ട് നാം ചെലവാക്കിയിട്ടുണ്ട്. ഈ ഇക്കഴിഞ്ഞ സാമ്പത്തിക വർഷം തന്നെ 1823 കോടി രൂപ കേരളത്തേക്കാൾ കൂടുതൽ, വളരെ കൂടുതലാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒട്ടേറെ
അക്കാഡമിക് കോംപ്ലക്സുകളും അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കുകളും സൗകര്യപ്രദമായിട്ടുള്ള ലാബ് കോംപ്ലക്സുകളും മോഡേണൈസ്ഡ് ലൈബ്രറികളും എല്ലാം നമുക്ക് ഉറപ്പാക്കാൻ സാധിച്ചിട്ടുണ്ട്. വിധത്തിലാണ് ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് സർവതല സ്പർശിയായ വിധത്തിൽ വീക്ഷണം ഉൾക്കൊള്ളുന്ന ഒരു കരിക്കുലം ഫ്രെയിംവർക്ക് വിദഗ്ധരുടെ സഹായത്താൽ തയ്യാറാക്കാൻ സാധിച്ചതും അതിനെ ആധാരമാക്കി എല്ലാ സർവകലാശാലകളും തങ്ങളുടേതായ അഡാപ്റ്റേഷൻ റെഗുലേഷൻസ് അംഗീകരിച്ചുകൊണ്ട് കൊണ്ടുവരികയും 4-year UG പ്രോഗ്രാം ലോഞ്ച് ചെയ്യാൻ സാധിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഞാൻ അതിൻ്റെയൊക്കെ വിശദാംശങ്ങളിലേക്ക് പിന്നീട് വരാം. അത്തരത്തിലുള്ള പരിഷ്കരണ ശ്രമങ്ങളിലൂടെ അടിസ്ഥാന സൗകര്യ വിപുലീകരണത്തോടൊപ്പം തന്നെ അക്കാദമിക ഉള്ളടക്കവും മികവോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ പരിശ്രമിച്ചുകൊണ്ട് നമ്മളാണ് കേന്ദ്രത്തിൻ്റെ പ്രതിനിധികളായി സംസ്ഥാനങ്ങളിലേക്ക് എത്തുന്ന ഗവർണർമാരിലൂടെ അമിതാധികാര കേന്ദ്രീകരണ പരിശ്രമങ്ങൾ നടത്തുക എന്ന തന്ത്രം കേന്ദ്ര ഗവൺമെന്റ് പയറ്റാൻ ആരംഭിച്ചത്. കഴിഞ്ഞ 4 വർഷക്കാലവും സംഘർഷാത്മകമായിട്ടുള്ള സ്ഥിതിവിശേഷം ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സർവകലാശാലകളിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല എന്ന് കരുതുകയാണ്. മനസ്സിലാക്കിയിട്ടുള്ളവർ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ശ്രദ്ധയോടെ നിരീക്ഷിക്കുന്ന ഏവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ് ഏതേതെല്ലാം വിധത്തിലാണ് ഇന്നത്തെ കേന്ദ്ര ഗവൺമെന്റ് ഉയർത്തിപ്പിടിക്കുന്ന അമിതാധികാര സ്വേച്ഛാധിപത്യ പ്രവണതകൾ നമ്മുടെ സംസ്ഥാനത്തെ സർവകലാശാലകളിൽ വളരെ തന്ത്രപൂർവം തന്നെ ആവിഷ്കരിക്കാൻ നമ്മുടെ പരിഷ്കരണ ശ്രമങ്ങളെ സഹായിക്കേണ്ടുന്നതായ കേന്ദ്രങ്ങൾ തന്നെ ശ്രമിച്ചിട്ടുള്ളത് എന്ന്. കാവ്യവൽക്കരണ അജണ്ട അതിശക്തമായ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ത്യയെമ്പാടും നടത്തുന്ന പരിശ്രമങ്ങളുടെ ഭാഗമായി കേരളത്തിലും അത് പ്രവർത്തിക്കവേ കേരള സംസ്ഥാനത്ത് അദ്ദേഹം പരിശ്രമിച്ചു എന്നുള്ളത് ഒരു വസ്തുനിഷ്ഠ യാഥാർത്ഥ്യമാണ്. ആ വൈതരണികളുടെ നടുവിൽ നിന്നുകൊണ്ട് തന്നെയാണ് വിജയകരമായ നിലയിൽ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ലക്ഷ്യവേദിയായ പരിഷ്കാരങ്ങളിലൂടെ മുന്നോട്ട് നടത്താൻ നാം ശ്രമിച്ചത്. ഇപ്പോൾ ദ്വിമുഖമായ സമീപനത്തോടു കൂടിയുള്ള UG പ്രോഗ്രാം നാം മുന്നോട്ട് കൊണ്ടുപോകും. കേന്ദ്രീകരണം, വാണിജ്യവൽക്കരണം, വർഗീയവൽക്കരണം, സെൻട്രലൈസേഷൻ, കമേഴ്സ്യലൈസേഷൻ, കമ്മ്യൂണലൈസേഷൻ, ഈ 3 പ്രവണതകളും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒന്നാണ് എന്നുള്ളത് അവിടെ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളുടെ ഭാഗമായിട്ട് നമുക്ക് ലഭിക്കുന്ന കൽപ്പനകളിൽ നിന്ന് വളരെ സുവ്യക്തമായ നിലയിൽ തിരിച്ചറിയാൻ സാധിക്കും. ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത എണ്ണമറ്റ സാംസ്കാരിക സവിശേഷതകളുള്ള ജനസമൂഹമാണ് ഇവിടെ ജീവിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. അങ്ങേയറ്റം വൈവിധ്യം പുലർത്തുന്ന സംസ്ഥാനങ്ങളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു രാജ്യം സംജാതമായപ്പോൾ അതിനു വേണ്ടുന്ന മികവാർന്ന ഒരു ഭരണഘടന തയ്യാറാക്കുമ്പോൾ ഈ ജനസമൂഹത്തിന്റെ ആകെ സ്വാതന്ത്ര്യവും സ്വേച്ഛാപരമായ നിലയിൽ അവർക്ക് മുന്നോട്ട് പോകാനുള്ള കഴിവും ഒക്കെ പ്രയോജനപ്പെടുത്താൻ തക്ക വിധത്തിലാണ് ഒരു ഫെഡറൽ സംവിധാനം ആ ഭരണഘടനയുടെ കേന്ദ്രത്തിൽ ജനാധിപത്യ പ്രവണതകൾ, ഫാസിസ്റ്റ് പ്രവണതകൾ എന്ന് തന്നെ പറയാവുന്ന ആ സമീപനം കൈമുതലായിട്ടുള്ള കേന്ദ്ര ഗവൺമെന്റ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി. അതുപോലെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലുമുള്ള അതിസാധാരണക്കാരും ദരിദ്ര ജനവിഭാഗങ്ങളും ഇടത്തരക്കാരും ഒക്കെ ഉൾപ്പെടുന്ന ബഹുഭൂരിപക്ഷം വരുന്ന മനുഷ്യരുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ വലിയ തകർച്ചയും പാപ്പരീകരണവും സൃഷ്ടിച്ചുകൊണ്ട് സാമ്പത്തിക നയങ്ങൾ നമ്മുടെ രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ താല്പര്യങ്ങൾക്കെതിരെ ധിക്കാരപരമായി പ്രവർത്തിക്കുമ്പോൾ അതിനെതിരായിട്ട് ഉയർന്നു വരുന്ന വർഗപരമായ സമരങ്ങളെ ശിഥിലീകരിക്കുന്ന നിലയിലാണ് മതത്തിന്റെയും ജാതിയുടെയും പേര് പറഞ്ഞ
സംഘം മൃഗീയമായി കൊലപ്പെടുത്തിയ ത്രിപുര മെലോഡി പ്രശസ്ത ചലച്ചിത്ര നാടകത്തിലെ ചലച്ചിത്ര സംവിധായകനായ ഹരികുമാർ, സംഗീത ശിവൻ, മാതൃഭൂമി ന്യൂസ് ക്യാമറാമാൻ എ വി മുകേഷ്, ക്വാളിറ്റി TMT സ്റ്റീൽ ബാറായ മിനാർ TMT സ്റ്റീൽ ബാർ ഉപയോഗിച്ചാൽ പിന്നെ ഏത് ആകാശം മുട്ടുന്ന ബിൽഡിംഗും കരുത്തോടെ കാലങ്ങളോളം നിലനിൽക്കും. വിശ്വാസത്തിന്റെ കാതൽ, കരുത്തിന്റെ കാവൽ. മിനാർ TMT ടെംകോർ FE 550D സ്റ്റീൽ ബാർ. മറിയം ബോഡി ലോഷന് വെല്ലുന്ന ഒരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിലെ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിംഗും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിനു ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനെക്കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും. City Gold, Gold and Diamonds, Kerala and Karnataka.